മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതുവിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രി ആത്മപ്രശംസയ്ക്കുള്ള അവസരമാക്കിക്കൊണ്ട് പറഞ്ഞത് അടൽ സേതു കടൽപ്പാലം താൻ രാജ്യത്ത് നൽകിയ ഉറപ്പാണെന്നായിരുന്നു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്ററും കടലിന് മുകളിലൂടെയാണ്. 17,840 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. മോഡി എന്ന മാസ്മരീയതയിൽ അലിഞ്ഞു ചേർന്ന BJP പ്രവർത്തകർ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും കൈയടിക്കുന്നുണ്ടായിരുന്നു. കടലിൽ നിന്നും 15 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിലൂടെ സഞ്ചരിക്കാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹവും ഉണ്ടാകും. എന്നാൽ ആർക്കു വേണ്ടിയാണ് അടൽ സേതു കടൽപ്പാലം പണിതതെന്നു പരിശോധിക്കാൻ ചില കണക്കുകൾ ഞാൻ വിവരിക്കാം. മുംബൈ ഗൾഫിലെ സമ്പന്നമായ കുവൈത്ത് എന്ന രാജ്യത്തെ പ്രതിവർഷ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരട്ടിയോളം വരുന്ന അതിസമ്പന്നമായ നഗരം, ലോകത്തെ ഏറ്റവും സമ്പന്നമായ 12ാമത്തെ നഗരം, 56ഓളം ബില്യണേഴ്സ് ജീവിക്കുന്ന നഗരം. ദുബായ് എന്ന നഗരത്തിൽ ആകെയുള്ളത് 15 ബില്യണേഴ്സ് മാത്രമാണെന്ന് കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് സമ്പന്നതയുടെ വ്യാപ്തി മനസ്സിലാകൂ. ഇനി ആർക്കൊക്കെയാണ് അടൽ സേതു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക? 2 വീലർ, ഓട്ടോറിക്ഷ എന്നീ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് ഒന്നാമത്തെ കാര്യം. ഇനി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ എത്ര ചെലവ് വരും? പ്രതിമാസം റോഡിലൂടെ സഞ്ചരിച്ചു തിരിച്ചു വരാനുള്ള ചാർജ് 12,500 രൂപ, അതായത് വർഷത്തിൽ 1,50,000 രൂപ. ടാക്സി പോലുള്ള ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ 2,40,000 രൂപ വർഷത്തിൽ ടോളായി നൽകണം. ബസ്സുകൾക്കും 2 ആക്സിൽ ട്രക്കുകൾക്കും ഒരു മാസം റിട്ടേൺ അടക്കം വർഷത്തിൽ 5,43,000 രൂപ. അതായത് മുംബൈയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഒന്നും അടൽ സേതു വഴി നവി മുംബൈ എത്താൻ ശ്രമിക്കില്ല. അവർ പഴയതുപോലെ 2.5 മണിക്കൂർ സഞ്ചരിക്കുന്ന പഴയ പാത സ്വീകരിക്കും. അപ്പോൾ ആർക്കെല്ലാമാണ് 15 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്യാൻ സാധിക്കുക? ആരുടേതാണ് രാജ്യം?